കഴിഞ്ഞ ദിവസം ആരംഭിച്ച കുംഭമേളയ്ക്കിടയിൽ ശ്രദ്ധേയനായി IIT സ്വാമി. എന്തുകൊണ്ടാണ് മസാനി ഗോരഖ് എന്ന IIT സ്വാമി ശ്രദ്ധേയനായതെന്ന് അറിയണ്ടേ? ബോംബെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കിയ വ്യക്തിയാണ് മസാനി ഗോരഖ് എന്ന IIT സ്വാമി. തുടർന്ന് വൻ ശമ്പളത്തോടെ കുറച്ചു കാലം ജോലി ചെയ്യുകയും ചെയ്തെങ്കിലും അത് ഉപേക്ഷിച്ച് ദൈവികതയെ മനസ്സിലാക്കി ഒരു സന്യാസിയായി മാറുകയായിരുന്നു. ഇതോടെ അഭയ് സിംഗ് എന്ന പേര് മാറ്റി മസാനി ഗോരഖ് എന്നാക്കി. തന്റെ ജീവിതം ഭഗവാൻ ശിവന് സമർപ്പിച്ചുവെന്നാണ് മസാനി ഗോരഖ് പറയുന്നത്. രാഘവ്, ജഗദീഷ് തുടങ്ങിയ പേരുകളിലും മസാനി ഗോരഖ് അറിയപ്പെടുന്നുണ്ട്. ഹരിയാന സ്വദേശിയായ ഇദ്ദേഹം 4 വർഷത്തെ IIT പഠനത്തിന് ശേഷം ഡിസൈനിൽ മാസ്റ്റേഴ്സ് ബിരുദം നേടി. ഫോട്ടോഗ്രാഫറായും ജോലി ചെയ്തിട്ടുണ്ട്. ഭൗതികശാസ്ത്ര അധ്യാപകനായും പ്രവർത്തിച്ചിരുന്നു. ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കാനായി പോസ്റ്റ് മോഡേണിസം, സോക്രട്ടീസ്, പ്ലേറ്റോ തുടങ്ങിയ കോഴ്സുകളും പഠിച്ചുവെന്ന് മസാനി ഗോരഖ് പറയുന്നു. തന്റെ തീരുമാനത്തെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നത് ശ്രദ്ധിക്കാറില്ല എന്നും മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ മാത്രമാണ് താൻ ചെയ്യുന്നതെന്നും പറയുന്നു. അതിനായാണ് താൻ ആത്മീയ മാർഗം സ്വീകരിച്ചതെന്നുമാണ് മസാനി ഗോരഖ് പറയുന്നത്. സന്യാസിമാരും മത നേതാക്കളും ഭക്തരും ഉൾപ്പെടെ 1.5 കോടി ജനങ്ങളാണ് മഹാകുംഭമേളയുടെ ഭാഗമായത്. മഹാകുംഭമേളയുടെ 2ാം ദിനമായ ഇന്ന് മകരസംക്രാന്തി ദിനത്തിലെ അമൃത സ്നാനം നടക്കും. വിവിധ അഘോരികളുടെ നേതൃത്വത്തിലുള്ള സ്നാനം ഇന്നത്തെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. പുലർച്ചെ മുതൽ നാഗസന്യാസികൾ ത്രിവേണി സംഗമത്തിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് മാത്രം 3 കോടിയോളം പേർ സ്നാനത്തിൽ പങ്കെടുക്കുമെന്നാണ് ഉത്തർപ്രദേശ് സർക്കാരും മഹാകുംഭമേള ഭാരവാഹികളും പ്രതീക്ഷിക്കുന്നത്. 12 കിലോമീറ്ററുകളിലായി വ്യാപിച്ചു കിടക്കുന്ന കുംഭമേള നഗരിയിലെ 41 ഘട്ടുകളിലായി 50,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്.